അങ്ങനെ ACL2 ഇന്നലെ FC ഗോവ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആശ്വസിലി നമുക്കറിയാം അൽ നാസറിനെ പോലുള്ള ഒരു ടീമിനെതിരാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ പരാജയപ്പെടും എന്നുള്ളത് കൺഫേം ആയിരുന്നു. പക്ഷേ ഇന്നലെ FC ഗോവ പൊരുതിങ്ങാനാണ് പരാജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മികച്ച ഒരു പ്രകടനം തന്നെ ഇന്നലെ FC ഗോവന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം അൽ നാസറിലുള്ള പ്ലേയേഴ്സ് സാദിയോ മാനെ, അതുപോലെ ജോൺ ഫിലിക്സ്, ഇവരൊക്കെ അണിനിരന്നിട്ടുള്ള ഒരു ടീമിനെതിരായിരുന്നു ഇന്നലെ FC ഗോവ കളിച്ചിട്ടുണ്ടായിരുന്നു. അതും 2-1 സ്കോറിൽ മാത്രമാണ് ഗോവ പരാജയപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഗോവയ്ക്ക് വേണ്ടി ഗോൾ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് എന്നുള്ള ബ്രിക്സൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു കളിക്കാണ്. മികച്ച ഒരു ഗോൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കാലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ചില ടീമുകളുണ്ട്, ദേശീയ ടീം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ക്ലബ്ബുകളുണ്ട്. അവർ മറ്റുള്ള ടീമിനെ കളിക്കുന്ന സമയത്ത് പരാജയപ്പെടുമെന്ന് പേടിച്ചിട്ട് കളിന്ന് പിന്മാറുന്ന കുറേ ടീമുണ്ട്. അപ്പോൾ അവർ കാരണമൊക്കെ നമുക്കിപ്പോൾ നമ്മൾ റാങ്കിങ് FC ലെവലിലുള്ള റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ബാനോ കാര്യങ്ങളൊക്കെ കിട്ടാനും ചാൻസ് ഉള്ളത് തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും FC ഗോവ മികച്ചൊരു പ്രകടനം തന്നെ അൽ നാസറിനെതിരെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് FC ഗോവ പോകുന്നതെങ്കിൽ നമുക്കൊരു മികച്ച ഒരു ടീമിനെ തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ഏതായാലും ഇന്നലെ FC ഗോവയുടെ കളി കണ്ട എല്ലാ ഫാൻസിനും ഇന്ത്യൻ ഫാൻസിനും മൊത്തം സന്തോഷമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്.